അളിയാ നിന്റെ വിസ വന്നട്ടാ, മറ്റന്നാളെ പോണെന്നാ പറഞ്ഞേക്കണ. വൻ ചെലവ് വേണോട്ടാ. എന്താ അടുത്തിറങ്ങിയേ? ഒന്നുമില്ല, അവിടെ നിന്നിട്ടായ ഒരുമാതിരി വീർക്കൂട്ടല്. എന്ത് പറ്റിയതാ 2 ദിവസമായിട്ട്? നിന്നോട് പറഞ്ഞില്ലല്ലേ, ഇന്നലെ വിസ തന്നു. 2 ദിവസത്തിനകം പോകണം. നീ ഇപ്പം എന്നോട് പറഞ്ഞില്ലല്ലോ. നിന്നെ ഞാൻ വിളിക്കാതിരിക്കായിരുന്നു, നിന്നെ ഓഫീസിൽ നിന്ന് പോയിട്ട് കണ്ടില്ല. അപ്പം നീ പോയി കഴിഞ്ഞാൽ എങ്ങനെയാ നമ്മുടെ ക്ലബും വേൾഡ് കപ്പൊക്കെ? ക്ലബും വേൾഡ് കപ്പും വീട്ടിലാകെ പ്രശ്നവും. ഇനിയിപ്പോൾ ക്ലബും വേൾഡ് കപ്പും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. കുടിച്ചും കുറെ ഫുട്ബോൾ കളിച്ചതെല്ലാം കടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല. എന്താണ് ഇപ്പൊ ക്ലബിലൊക്കെ ആരെയും കാണാത്തത്? അത് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അത് നമ്മുടെ ഗോപും കൂട്ടുകാരൊക്കെ ഉണ്ടായ കാലം. വേൾഡ് കപ്പ് വന്ന ഫ്ലെക്സും ബോർഡും ഒന്നും വേണ്ട, എന്ത് അരങ്ങായിരുന്നു. ഒരു ഉത്സവം വന്ന പോലെയാണ് വേൾഡ് കപ്പ് വന്നാല്. വേൾഡ് കപ്പ് ആയിട്ട് ആരും എത്തിയില്ലേ? പിള്ളേരൊന്നും കാണില്ല. പിള്ളേരൊക്കെ തിരക്കല്ലേ. പറഞ്ഞ പോലെ ഗോപുരൊന്നും ഇപ്പൊ കാണാറില്ലല്ലോ ക്ലബിലേക്ക്. അല്ലെങ്കിൽ വൈകുന്നേരം ഇവിടെ നേരത്തെ വന്നിരിക്കണല്ല. അത് നിങ്ങൾ അറിഞ്ഞില്ലല്ലേ, അവന് ദുബായി പോവാൻ വിസ വന്നെന്ന്. ഓ, ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഗൾഫിലേക്കാ? ഇവർക്ക് നാട്ടിൽ തന്നെ നിന്നാ പോരെ? പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോ ആൾക്കാരുടെ അവസ്ഥ അതല്ലേ. ഇപ്പൊ തന്നെ നമ്മുടെ ഈ ക്ലബിന് വേണ്ടിയിട്ട് എത്ര ട്രോഫി മേടിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. ഏതായാലും അവൻ പോണല്ലേ, താനവനൊന്ന് വിളിക്കും. അവസാനമായിട്ട് ഗ്രൗണ്ടിൽ വന്ന് പന്ത് കിട്ടാൻ പറ അല്ലേ? ശരിയാണ്. എന്നാ ഞാൻ ഒന്ന് വിളിച്ചു നോക്കാം അവനെ. അതെ, ഞാൻ താനവനൊന്ന് വിളിച്ചു നോക്കാം. ഹലോ. ഷിബുവാടാ. ഞാൻ അറിഞ്ഞു നീ പോകാൻ പോണ വിവരമൊക്കെ. എന്തായാലും നീ നമ്മുടെ ഗ്രൗണ്ടിലേക്ക് ഒന്ന് വാ. അവസാനമായിട്ട് നമുക്കൊരു മാച്ചൊക്കെ കളിച്ചിട്ട് പിരിയാം. ഒരു 1 ലാസ്റ്റ് ഡാൻസ് പോലെ.